ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്ലീഹ നോമ്പ് 7-ാം ദിവസം. സേവനത്തിൻ്റെ മഹത്വം. വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ സേവകനാകട്ടെ. പ്രിയപ്പെട്ട ക്രിസ്തു വിശ്വാസികളെ, സ്ലീഹ നോമ്പിൻ്റെ 7-ാം ദിവസത്തിൽ നാം ധ്യാനിക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും മഹത്തായ ഒരു സത്യമാണ്: സേവനത്തിൻ്റെ മഹത്വം. ലോകം നമ്മെ പഠിപ്പിക്കുന്നത് ഉയരങ്ങളിലേക്ക് കയറുവാനും മറ്റുള്ളവരെക്കാൾ വലിയവനാകുവാനും അധികാരങ്ങളും അംഗീകാരങ്ങളും നേടിയെടുക്കുവാനുമാണ്. എന്നാൽ യേശുതമ്പുരാൻ നമ്മെ പഠിപ്പിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു വഴിയാണ്. അവിടുന്ന് പറയുന്നു, നിങ്ങളിൽ വലിയവനാവാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കട്ടെ എന്നാണ്. യഥാർത്ഥ മഹത്വം അത് അധികാരത്തിലല്ല, വിനയത്തോടെ മറ്റുള്ളവരെ സേവിക്കുന്ന ഒരു ഹൃദയത്തിലാണ്. വിനയവും ശുശ്രൂഷയും. ദൈവപുത്രനായ യേശുതമ്പുരാൻ ഈ ഭൂമിയിലേക്ക് വന്നത് സേവനം സ്വീകരിക്കുവാനല്ല, മറിച്ച് സേവിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഒരു രാജാവിൻ്റെ മഹത്വത്തോടെയല്ല, ഒരു ദാസന്റെ വിനയത്തോടെയാണ് അവിടുന്ന് മനുഷ്യരുടെ ഇടയിൽ ജീവിച്ചത്. രോഗികളെ സ്പർശിച്ചു, വിശപ്പുള്ളവർക്ക് ആഹാരം നൽകി, കണ്ണുനീരിൽ കഴിയുന്നവരെ ആശ്വസിപ്പിച്ചു. യഥാർത്ഥ ശിശുത്വം വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, അത് പ്രവൃത്തികളിലൂടെ പ്രകടമാകുന്ന സ്നേഹമാണ്. നാം കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ എത്രമാത്രം സേവന മനോഭാവം കാണിക്കുന്നു എന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു വലിയ സമയമാണിത്. കാൽ കഴുകൽ വിനയത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മാതൃകയാണ്. അന്ത്യ അത്താഴത്തിൻ്റെ സമയത്ത് യേശുതമ്പുരാൻ ചെയ്ത ഒരു പ്രവൃത്തി അത് ശിഷ്യന്മാരെ വളരെയേറെ അത്ഭുതപ്പെടുത്തി. ഗുരുവും കർത്താവുമായ യേശുതമ്പുരാൻ തൻ്റെ വസ്ത്രം മാറ്റിവെച്ച് ഒരു ദാസനെ പോലെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുകയാണ് ഉണ്ടായത്. അതിനുശേഷം യേശുതമ്പുരാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിനായി ഞാൻ നിങ്ങൾക്ക് ഒരു മാതൃക കാട്ടിത്തന്നിരിക്കുന്നു എന്നാണ്. ഈ ലോകത്തിൻ്റെ കാഴ്ചയിൽ കാലുകഴുകൽ ചെറിയ ഒരു പ്രവൃത്തിയായിരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ കാഴ്ചയിൽ അത് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അടയാളമാണ്. സേവനം എന്നത് വലിയ കാര്യങ്ങൾ ചെയ്യുക മാത്രമല്ല, ഒരാശ്വാസ വാക്ക് പറയുന്നതും വേദനിക്കുന്ന ഒരാളെ കേൾക്കുന്നതും സഹായം ആവശ്യമുള്ള ഒരു മനുഷ്യനെ ചേർത്തു പിടിക്കുന്നതും സേവനം തന്നെയാണ്. കുടുംബത്തിൻ്റെ സ്നേഹം യഥാർത്ഥ സ്നേഹത്തിൻ്റെ വലിയ ഒരടയാളമാണ്. സ്നേഹത്തിൻ്റെ ആദ്യ വിദ്യാലയം നമ്മുടെ കുടുംബമാണ്. ഭർത്താവും ഭാര്യയും പരസ്പരം സ്നേഹിക്കുമ്പോൾ കുടുംബത്തിൽ സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷം പടർന്ന് പന്തലിക്കുന്ന ഒരു അനുഭവം. മാതാപിതാക്കൾ മക്കൾക്കായി ത്യാഗം ചെയ്യുമ്പോൾ അവർ ക്രിസ്തുവിൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരനുഭവം. മക്കൾ മാതാപിതാക്കളെ ബഹുമാനിക്കുകയും പരിചരിക്കുകയും ചെയ്യുമ്പോൾ അത് ദൈവത്തിന് പ്രിയപ്പെട്ട ഒരു സേവനമായി മാറുന്നു. കുടുംബത്തിൽ ചെറിയ ചെറിയ സേവനങ്ങൾ വലിയ അനുഗ്രഹങ്ങൾക്ക് വഴിയൊരുക്കുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഒരു പുഞ്ചിരി, ഒരു നല്ല വാക്ക്, ക്ഷമിക്കുവാനുള്ള നമ്മുടെ ആ ഒരു മനസ്സ്, മറ്റൊരാളുടെ ഭാരം പങ്കുവയ്ക്കുവാനുള്ള നമ്മുടെ ഒരു തയ്യാറെടുപ്പ്, ഇവയെല്ലാം ദൈവം വിലമതിക്കുന്ന സേവനങ്ങളാണ്.
പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ ധ്യാന സന്ദേശം നമ്മൾ യേശുവിനെ അനുഗമിക്കുന്നവരാണെന്ന് പറയുമ്പോൾ അവിടുത്തെ വിനയത്തിൻ്റെ പാതയിലൂടെയാണ് നടക്കേണ്ടത്. ലോകം വലിയ സ്ഥാനങ്ങളെ അന്വേഷിക്കുന്നു, എന്നാൽ ദൈവം അന്വേഷിക്കുന്നത് വലിയ ഹൃദയങ്ങളെയാണ്. ഇന്ന് നമുക്ക് സ്വയം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം, എൻ്റെ കുടുംബത്തിൽ ഞാൻ ഒരു സേവകനാകുന്നുണ്ടോ? മറ്റുള്ളവരുടെ വേദന ഞാൻ മനസ്സിലാക്കുന്നുണ്ടോ? അത് ഭൗതികമായ ജീവിതമായാലും ആത്മീയമായ ജീവിതമായാലും അതേതു തന്നെയായിക്കൊള്ളേ, എൻ്റെ ജീവിതം സ്നേഹത്തിൻ്റെയും വിനയത്തിൻ്റെയും സാക്ഷ്യമാണോ? യേശുവിൻ്റെ കാൽകഴുകൽ നമ്മോട് പറയുന്ന ഒരു വലിയ സന്ദേശം ഇതാണ്: സ്നേഹിക്കുന്നവർ സേവിക്കും, സേവിക്കുന്നവർ യഥാർത്ഥത്തിൽ വലിയവനാകും എന്ന ആ ഒരു വലിയ സത്യത്തെ ഇവിടെ വിളിച്ചോതുകയാണ്. പ്രിയ ദൈവമക്കളെ, ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹത്തിൻ്റെ ഗുരുവായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, അങ്ങയുടെ വിനയവും സേവന മനോഭാവവും ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് നിറയ്ക്കണമേ. പ്രശംസകൾ തേടാതെ സ്നേഹത്തോടെ മറ്റുള്ളവരെ സേവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ സേവനത്തിൻ്റെയും ക്ഷമയുടെയും ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭവനങ്ങളാക്കി മാറ്റി തീർക്കുമാറാകണമേ. അങ്ങയെപ്പോലെ വിനയമുള്ള ഒരു ഹൃദയം ഞങ്ങൾക്കും അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.